ഇന്ത്യയുടെ തേജസ് എയർക്രാഫ്റ്റ് മനസ്സിലാക്കുക. ഇന്ത്യ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഏകദേശം 20 വർഷത്തോളം അതിൻ്റെ പേരിൽ HAL ഡെഡിക്കേറ്റ് ചെയ്ത് ഏകദേശം 1.5 ലക്ഷം കോടി രൂപയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ പ്രോജക്റ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്തിരിക്കുന്ന. ഏകദേശം 32 പരം എയർക്രാഫ്റ്റ് എയർഫോഴ്സ് ഇന്ത്യ HAL നിന്നും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് 3ാമതൊരു എയർക്രാഫ്റ്റും കൂടെ ക്രാഷായി. അതായത് മനസ്സിലാക്കൂ, വാർ ടൈം അല്ല, പീസ് ടൈമാണ്. അത് ട്രയലിന് പോയി കഴിഞ്ഞാൽ സോട്ടിക്ക് പോയിട്ട് വന്ന് തിരിച്ച് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ലാൻഡിങ് ബ്രേക്ക് കിട്ടിയില്ല എന്ന് പറയുന്നു, ഗ്ലിച്ചസ് ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ ഇത് എയർക്രാഫ്റ്റ് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അത് മാറിയെന്നും പറയുന്നു. റൺവേയിൽ നിന്ന് മാറിയാണ് അവസാനം ഇത് ലാൻഡ് ചെയ്തത് എന്ന് പറയുന്നു. അത് ഫ്ലൈ ചെയ്തിരുന്ന നാവിഗേറ്റർ, അതായത് ക്യാപ്റ്റൻ, എയർഫോഴ്സ് പൈലറ്റ് രക്ഷപ്പെട്ടു എന്നും പറയുന്നു. മനസ്സിലാക്കുക, ഇതുണ്ടായത് ഫെബ്രുവരി ആദ്യ വാരത്തിലാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ എയർഫോഴ്സ് ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. അതിനെപ്പറ്റി പറയുന്നത് മനു പബ്ബി എന്ന് പറയുന്ന ഒരു ഡിഫൻസിൻ്റെ ജേർണലിസ്റ്റ് ഈ വാർത്ത പുറത്തു കൊണ്ടുവരികയാണ് വെള്ളിയാഴ്ച വൈകിട്ട് വെബ്സൈറ്റിൽ കൂടെ. അതിനുശേഷമാണ് ഇന്ത്യയാണെങ്കിൽ ലോകം അറിയുന്നത് ഇങ്ങനൊരു ക്രാഷും കൂടെ ഉണ്ടായി. മനസ്സിലാക്കുക, 2 വർഷമേ ആയിട്ടുള്ളൂ, 3 ക്രാഷ് ചെയ്തിരിക്കുന്നത്. എവിടെയാണ് പാളിച്ച പറ്റിയത്? ഞാൻ നേരത്തെ പല വീഡിയോയിലും ഈ ദുബായ് ക്രാഷിനെ പറ്റിയും നേരത്തെ ജയ്സാൽമീർ ക്രാഷിനെ പറ്റിയും പറഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുക, ഇത് ഞാൻ സ്വന്തമായിട്ട് പറയുന്നൊന്നുമല്ല. ഇത് പല ഡിഫൻസിൻ്റെ എക്സ്പേർട്ടുകളും ഏവിയേഷൻ എക്സ്പേർട്ടുകളും എയർഫോഴ്സിൻ്റെ ഏറ്റവും നല്ല പൈലറ്റുമാരെ റിട്ടയർ ചെയ്തവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക, സർവീസിലുള്ളവരോടും ചോദിച്ച് മനസ്സിലാക്കുക എന്താണിത് പറ്റിയത്. അങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയത്. അവർ തന്നെയാണ് പറയുന്നത്, ഈ പറയുന്ന തേജസ് MK1 എന്ന് പറയും, MK1 ഒരു 2 വേർഷൻ അവർ തുടങ്ങാൻ പോകാനിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മനസ്സിലാക്കുക, ഇന്ത്യൻ എയർഫോഴ്സ് 180 എയർക്രാഫ്റ്റിനാണ് ഓർഡർ കൊടുത്തിരുന്നത് കംപ്ലീറ്റ് ആയിട്ട്. MiG-21 അതേപോലെ തന്നെ മിറാഷ് 2000 ഫേസ് ഔട്ട് ചെയ്തു. അതായത് ജഗ്വാർ ഫേസ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് 180 ഓർഡർ കൊടുത്തത്. ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ HALൻ്റെ സ്റ്റോക്ക് ക്രാഷ് ചെയ്തു. ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഒരു എയർക്രാഫ്റ്റ്, അതായത് ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റ് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റാത്തത്. ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് പറ്റുന്നില്ല? ഈ പറയുന്ന AI ടെക്നോളജി സമ്മിറ്റ് കടന്നു കഴിച്ചപ്പോൾ ഇന്ത്യക്കാരായിട്ടുള്ള സയൻറ്റിസ്റ്റുകളും എൻജിനീയേഴ്സും ഗ്ലോബലായിട്ട് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഇന്ത്യൻ ഒറിജിൻ. അതേപോലെ ഇന്ത്യക്കാരായ എൻജിനീയേഴ്സും ഇന്ത്യയിലുണ്ട്. എന്തുകൊണ്ടാണ് നമുക്കൊരു ഫൈറ്റർ എയർക്രാഫ്റ്റ് ഉണ്ടാക്കാൻ കഴിയാത്തത്? അതേസമയം സൈമൾട്ടേനിയസ്ലി പാകിസ്ഥാനാണെങ്കിൽ J-17 എന്ന് പറഞ്ഞ എയർക്രാഫ്റ്റ് അവിടുന്ന് ഇവിടെ കോപ്പി അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ചൈനയുടെ സഹായം കിട്ടി. റഷ്യൻ എഞ്ചിന് ഈ സാധനം സക്സസ്ഫുള്ളി റൺ ചെയ്യുകയാണ്. പല തേർഡ് വേൾഡ് കൺട്രികളും ഈ J-17 വാങ്ങാൻ തുടങ്ങി. അത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഗ്ലോബൽ ന്യൂസ് പേപ്പർ വരെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്, J-17ൻ്റെ വളർച്ച. എന്തുകൊണ്ടാണ് ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിന് അത്രമാത്രം പണം നമ്മൾ മുടക്കിയിട്ടും നമുക്കെവിടെയും ഇത് സക്സസ് ആക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്താ? ഈ പറയുന്ന തേജസിൻ്റെ ഇഞ്ചിൻ അമേരിക്കനാണ്. അതേപോലെ ലാൻഡിങ് ഗിയർ UK-യുടെയാണ്. അങ്ങനെ മറ്റു പല സാധനങ്ങളും മറ്റു പല രാജ്യങ്ങളിലാണ്. ഏകദേശം ഒരു 40-30% സാധനങ്ങൾ ഇന്ത്യയിലുണ്ടാക്കി അത് അസംബിൾ ചെയ്ത്, പക്ഷെ നമ്മൾ ഡിസൈൻ ചെയ്തതാണ്. ഈ ഡിസൈൻ വന്നപ്പോഴും ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ പറഞ്ഞിരുന്നു. ഇത് MiG-21ൻ്റെ വേർഷനിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് 4th ജനറേഷൻ ഫൈറ്റർ ആയിട്ടാണ്. ഇപ്പം ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ 5th ജനറേഷൻ ഫൈറ്ററാണ്. നമ്മൾ 4.5 ജനറേഷനാണ് റഫേലിന് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ
ഈ പറയുന്ന തേജസ്സിനകത്ത് ഈ പറയുന്ന ഒരു മോഡേൺ ടെക്നോളജി ഇല്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു മോഡേൺ ടെക്നോളജി ഇല്ല, ഒരു മോഡേൺ നാവിഗേഷൻ സിസ്റ്റവും അതിനകത്തില്ല. അതൊന്നുമില്ലാതെ ഈ പറയുന്ന സാധനം ഡിസൈൻ ചെയ്തിട്ടും, അതായത് ഏകദേശം 50 വർഷം 60 വർഷം പഴക്കമുള്ള ഒരു ഡിസൈൻ. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിനെ ഇന്ത്യ ഗവൺമെൻറ് HAL പുതിയ ഡിസൈൻ ആണെന്നും പറഞ്ഞ് അവർ അവതരിപ്പിക്കുന്നു. ഓക്കെ, ഫൈൻ, അതൊക്കെ ഒരു തുടക്കം തന്നെയാണ്. അത് കൊണ്ടുപോയിട്ട് 2 വർഷത്തിനുള്ളിൽ 3 അപകടം. ഒന്ന് ജയ്സാൽമീറിൽ, മറ്റേ നിങ്ങൾക്കറിയാം ദുബായിലുണ്ടായ എയർ ഷോയിലുണ്ടായ അപകടം, അതേപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയിലും ഉണ്ടായി. എന്താണ് ഗവൺമെൻറ് ചെയ്തത്? പെട്ടെന്ന് ഇതങ്ങ് ഗ്രൗണ്ട് ചെയ്തു. ഇനി ഇത് പറക്കണ്ട എന്ന് തീരുമാനിച്ചു. ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തു. എന്തുകൊണ്ടാണ് ഈ ടെക്നിക്കൽ ഗ്ലിച്ചസ് ഉണ്ടാകുന്നത്? ദുബായ് എയർ ഷോയ്ക്കകത്ത് പ്രിലിമിനറി എൻക്വയറിക്കകത്ത് തന്നെ ഗ്ലിച്ചസ് കാണിച്ചു. ജയ്സാൽമീറിനകത്ത് നിങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ കാണുവാണെങ്കിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഫൈറ്റർ, അതിൻ്റെ അകത്ത് നിന്ന് പൈലറ്റ് ഇജക്റ്റ് ചെയ്യുന്നു. ഈ ഫൈറ്റർ പോയി എവിടെ വെച്ച് ഇടിക്കുകയാണ്. കാരണം അതിനകത്ത് പൈലറ്റ് ഇല്ലാതാണ് ഫ്ലൈ ചെയ്തേക്കുന്നത്, കാരണം മാൽ ഫങ്ഷൻ. ഇത്രയും ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഈ പറയുന്ന HAL ഒരു ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള എൻക്വയറി നടത്താതിരുന്നത്? എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? 2 വർഷത്തിനുള്ളിൽ 3 അപകടം. അത് ഈ പറയുന്ന ഓപ്പറേഷൻസ് ഒന്നും പങ്കെടുക്കുന്നുമില്ല. ട്രയൽ റണ്ണാണ് നടത്തിയിരിക്കുന്നത്. അത് ഇന്ത്യൻ എയർഫോഴ്സിൽ ഇൻഡക്റ്റ് ചെയ്യുകയും ചെയ്തു. ചോദ്യമാണ്, പിന്നീട് പെട്ടെന്ന് ഇത് വിൽക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന, അവരെ കാണിക്കാൻ കൊണ്ടുപോകുന്നു, ഇവരെ കാണിക്കാൻ കൊണ്ടുപോകുന്നു. അർമേനിയ ഓർഡർ ചെയ്ത് 1.2 ബില്യൺ തേജസിന്റെ ഓർഡർ ചെയ്യുന്നു. ആ സാധനം ദുബായിൽ നടന്ന ഷോയോട് കൂടി അവരും അത് ടെർമിനേറ്റ് ചെയ്തു. ഇനി നമ്മൾ മറ്റൊരു കാര്യം ആലോചിക്കുക. അപ്പുറത്ത് നോക്കുക, ടർക്കി. അവർ 5 വർഷം കൊണ്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് 5th ജനറേഷൻ എയർക്രാഫ്റ്റ്. അതിൻ്റെ പേര് ഖാൻ. അതിൻ്റെ ഇന്നലെ ആയിരുന്നു അത് പബ്ലിക്കിൻ്റെ മുമ്പിൽ എയർക്രാഫ്റ്റ് 3 പബ്ലിക്കിൻ്റെ മുമ്പിൽ കാണിച്ചു. അത് ട്രയലും സോട്ടിയെല്ലാം തുടങ്ങി അതിനെയും മാസീവായിട്ട് മാനുഫാക്ചർ ചെയ്യാൻ പോവാണ്. അവർ പാകിസ്ഥാനുമായിട്ട് ഓൾറെഡി കരാറിലായി കഴിഞ്ഞു. മനസ്സിലാക്കുക, നമ്മുടെ അയൽവാസികളെ ഉദ്ദേശിച്ച് ഈ 56 ഇഞ്ചും ഈ പറയുന്ന നരേന്ദ്രനൊക്കെ പക്കം നിർത്തുക, റിയാലിറ്റിയോട്ട് വാ. എന്തുകൊണ്ടാണിത് പറ്റുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ. HAL എന്ന് പറയുന്ന ഓർഗനൈസേഷൻ നമ്മുടെ KSRTC പോലെയേ ഉള്ളൂ. അല്ലാതെ വലിയ സംഭവമൊന്നുമല്ല ഇത്. അതിനെ എത്ര മാറ്റിയെടുത്താലും മാറത്തില്ല. എന്തുകൊണ്ടാണ് ദുബായ് ഷോയ്ക്ക് ശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, അതായത് ഏറ്റവും 5th ജനറേഷൻ എയർക്രാഫ്റ്റിൻ്റെ പ്രോജക്റ്റ്, അതായത് HAL കൊടുത്തിരുന്നു. അതിൻ്റെ അവസരം HAL എടുത്ത് ദൂരെ മാറ്റി. ടാറ്റയ്ക്കും എല്ലാറ്റിക്കും വേറൊരു കമ്പനിക്കുമാണ് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് HAL മാറ്റി? ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഇപ്പോൾ കൃത്യമായിട്ട് അറിയാം അവരെ കൊണ്ട് ഇതൊന്നും പറ്റത്തൊന്നുമില്ല. അതുകൊണ്ടാണിത് ഞാനിത് ആദ്യം മുതൽ പറയുന്നത്. ഇന്ത്യയിലെ പ്രൈവറ്റ് കമ്പനികൾക്ക് കൊടുക്കണം. നല്ല പ്രൈവറ്റ് കമ്പനികളുണ്ട്, വലിയ കമ്പനികളുണ്ട്, അവർക്കിത് ചെയ്യാൻ പറ്റും. അവർക്കിതിൻ്റെ പരിജ്ഞാനമൊന്നുമില്ല. പക്ഷേ അവർ പുറത്തു നിന്ന് മറ്റുള്ള ഇന്ത്യക്കാരുള്ള എഞ്ചിനീയേഴ്സിനെ തപ്പിപ്പിടിച്ച് അവർ കൊണ്ടുവന്ന് ഈ പ്രോജക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് തരും. ഇത് തന്നെയാണ് ടർക്കി ചെയ്തത്. ടർക്കീസ് ഏവിയേഷൻ ഈ പറയുന്ന 5th ജനറേഷൻ ലേറ്റസ്റ്റ് റഡാറും AI ടെക്നോളജി ഉപയോഗിച്ച് വെൽ അഡ്വാൻസ്ഡ് 5th ജനറേഷൻ എയർക്രാഫ്റ്റ്. അതേപോലെ തന്നെ അതിന് മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഓർഡറും കിട്ടി. ചൈന എന്ന് പറയുന്നൊരു സൂപ്പർ ഡൂപ്പർ രാജ്യം മുമ്പിൽ നിൽക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഈ കാണിക്കുന്ന തമാശകളൊക്കെ കാണിക്കുന്നത്. പക്ഷേ മനസ്സിലാക്കുക, കഴിഞ്ഞിടയ്ക്ക് വന്നൊരു കണക്കെന്ന് പറയുന്നത് ചാണകത്തെ പറ്റിയും ചാണകത്തിൻ്റെ അകത്ത് എടുക്കുന്ന പ്ലൂട്ടോണിയം, അതിൻ്റെ അകത്ത് ക്യാൻസർ മെഡിസിൻ ഇന്ത്യ ഗവൺമെൻറ് ഏകദേശം 3.5 കോടി രൂപയാണ് റിസർച്ചിന് കൊടുത്തിരിക്കുന്നത്. 3.5 കോടി. AIക്ക് ഇത്രയും നാളുമായിട്ട് ആകെ കൊടുത്തിരിക്കുന്ന 5000 കോടി മാത്രമേ ഉള്ളൂ. ചാണകത്തിൻ്റെ അകത്തുനിന്ന് ഈ സാധനം എടുക്കുന്ന റിസർച്ചിന് ഒരു ഗ്രൂപ്പിന് കൊടുത്തിരിക്കുന്ന 3.5 കോടി. അതിനകത്ത് 1.5 കോടി ചാണകം വാങ്ങാൻ വേണ്ടി വാങ്ങിയിരിക്കുകയാണ്. ബാക്കിയുള്ള എമൗണ്ട് ഗോവയിലോട്ട് ട്രാവൽ ചെയ്യാനുള്ള എക്സ്പെൻസാണ്. ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നന്നാവത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഇപ്പോഴും ചാണകം, പശു, ഈ സാധനം പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ലോകം ഇൻക്ലൂഡിങ് പാകിസ്ഥാൻ വരെ നമ്മളെ പുറകിലാക്കി ഓടുകയാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ, ഈ ഒരു സെക്ടറിൽ, അതായത് ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ സെക്ഷനിൽ. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ആരുടെ കാലയിൽ പോയി പിടിക്കും? ഇതാണ് ചോദ്യം.
ഇതിനകത്താണ് ഞാൻ പലതും പറയുന്ന പല കാര്യങ്ങൾക്കും, അതായത് ക്രിട്ടിക്കൽ ടെക്നോളജി, അതായത് ടെക്നോളജിയുടെ ഹൈ എൻഡ് നമുക്ക് എവിടെ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ അഡാപ്റ്റേഷനാണ്, അതായത് ഒരു സാധനം കൊണ്ടുവരുന്നു, അത് അതേപോലെ കോപ്പി ചെയ്യുന്നു. ക്രിട്ടിക്കൽ ടെക്നോളജി നമുക്ക് ഇന്നും കിട്ടിയിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ തേജസിൻ്റെ മൂന്ന് ക്രാഷ് 2 വർഷത്തിലുണ്ടായത്. നമ്മുടെ പയനിയറാണ് PSLV ISRO. എന്നിട്ട് നമുക്ക് അടുപ്പിച്ച് തന്നെ 2 ഫെയിലിയറായി 3rd സ്റ്റേജിൽ. അതായത് നമ്മുടെ ടെക്നോളജി ആണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന വളരെ ക്വസ്റ്റ്യൻ മാർക്കിലോട്ട് പോയി. നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല, സക്സസ് ആക്കാൻ പറ്റുന്നില്ല. വെറുതെ വാചകവടിയും അതും ഇതും പൊങ്ങത്തരും തള്ളും മാത്രമാണ് ഒരു ഭാഗത്തു. വിശ്വമാണ് എന്ത് വിശ്വം എന്താ പറയുന്നേ? സിമ്പിളായിട്ടൊരു ഫൈറ്റർ എയർക്രാഫ്റ്റ് പഴയ രീതിയിലുള്ള സാധനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഉണ്ടാക്കിയ സാധനം പൊളിഞ്ഞു വീഴുന്നു. എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെ, ഫൈറ്റർ പൈലറ്റ്, അവർ തന്നെ ഭയങ്കര പ്രശ്നമായിട്ട്. കാരണം ഇത് ഫ്ലൈ ചെയ്ത പല ആൾക്കാരും ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇതിന് ടെക്നിക്കൽ മാൽഫങ്ഷൻ ഉണ്ട്, ഇതിന് ലീക്കേജ് ഉണ്ട്, ഇതെങ്ങനെയാണ് ശരിയാക്കാൻ പറ്റും, ഇവർ തന്നെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഉത്തരം കൊടുക്കുന്നില്ല. ഗവൺമെൻറ് യഥാർത്ഥ സംഭവങ്ങളെല്ലാം മാറ്റിവെക്കുകയാണ്. അത് എന്താണ് സംഭവിച്ചത്? അതാണ് ഏറ്റവും വലിയ ഈ രാജ്യം നശിക്കാൻ പോകുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. പബ്ലിക്കിനോട് പറയണം, അതായത് ജനത്തിനോടും ഇത് ഉപയോഗിക്കുന്നവരോടും പറയണം, നമുക്ക് എവിടെയാണ് തെറ്റുപറ്റിയത്. ആ തെറ്റ് തിരുത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ല കള്ളത്തരവും കപടതയും കാണിച്ച് തള്ളും കുറാപ്പും എല്ലാം കൂടെ കാണിച്ച് അവസാനം ഒന്നുമല്ലാതായി മാറുന്നൊരു സ്ഥിതിയിലോട്ടാണ് പോയിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. തേജസ് എന്ന് പറഞ്ഞ ആ സംഭവം ഇന്ത്യക്കാർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനൊരു ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം വേണം. അല്ലാതെ HAL പറ്റി, ഈ KSRTC പോലെ HAL ഒരു ഓർഗനൈസേഷന്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിന് ഇത് ഏൽപ്പിക്കുന്നത് യാതൊരു കാര്യമൊന്നുമില്ല. കാരണം അവർ ചെയ്ത കാരണം മിഗിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ പോലും, അതായത് ശവപ്പെട്ടിയാക്കിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം HAL ചെയ്ത പരിപാടി തന്നെയാണ്. അതാണ് ഞാൻ പറയുന്നത്. ഇത് പ്രൈവറ്റ് സെക്ടറിലോട്ട് പോകണം. നമുക്ക് പറ്റുവാണെങ്കിൽ മറ്റുള്ള രാജ്യവുമായിട്ട്, അതായത് ഡിഫൻസ് പാക്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതേപോലെ ജോയിൻറ്റ് വെഞ്ചർ ചെയ്യാം, കൊറിയയുമായിട്ട് ചെയ്യാം, ഇസ്രായേലുമായിട്ട് ചെയ്യാം. എന്നാൽ മാത്രമേ നമുക്ക് നേടാൻ പറ്റൂ. ഇന്ത്യക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഇതേപോലെ ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പൂർണ്ണമായിട്ടും തേജസ്സോടുകൂടി പൂർണ്ണമായിട്ടും തെളിഞ്ഞു. നമ്മൾ വിശ്വഗുരു ഒന്നുമല്ല, പക്ക വിശ്വഗുരു എന്ന രൂപത്തിൽ തന്നെയാണ് തേജസ് എയർക്രാഫ്റ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടിരിക്കുന്നത്.